തരൂർ എല്ലാ കാലത്തും ഈ തരത്തിൽ പ്രതികരണങ്ങൾ നടത്തിയിട്ടുണ്ട്. തന്റെ രാഷ്ട്രീയ പാർട്ടിയിലെ നേതാക്കളെ മാത്രമല്ല അദ്ദേഹം പുകഴ്ത്താറ്, ഇതിനു മുമ്പും ചെയ്തിട്ടുള്ളതാണ്. അതേസമയം പാർലമെന്റിൽ മോദി സർക്കാരിനെതിരെ അതിശക്തമായ പ്രസംഗങ്ങൾ നടത്തിയിട്ടുമുണ്ട്. ആ നിലയ്ക്ക് ഒരു രാഷ്ട്രീയക്കാരനായി മാത്രം തരൂരിനെ കാണാൻ പറ്റുമോ എന്ന് തരൂർ തന്നെ ചോദിക്കുകയാണ്. ഞാനൊരു മുഴുവൻ സമയ രാഷ്ട്രീയക്കാരനല്ല എന്ന്. അങ്ങനെയെങ്കിൽ അത്തരം വിമർശനങ്ങൾ നടത്തിക്കോളൂ, പ്രവർത്തക സമിതിയിൽ തുടർന്നുകൊണ്ട് വേണ്ട എന്ന് കോൺഗ്രസും പറയുന്നു. സ്വാഭാവികമായി കോൺഗ്രസിൽ നിന്ന് വരുന്ന പ്രതികരണമായി കാണണം അതിനെ. എന്തുകൊണ്ടായിരിക്കാം തരൂർ ഈ ഘട്ടത്തിൽ പാർട്ടിയെ പ്രതിരോധത്തിലാക്കുന്നത്? തീർച്ചയായിട്ടും അത് കോൺഗ്രസ് പാർട്ടിയെ പ്രതിരോധത്തിലാക്കിയിട്ടുണ്ട് എന്ന കാര്യത്തിൽ സംശയമില്ല. അദ്ദേഹത്തിന്റെ പ്രസ്താവന അതിൽ എത്ര കണ്ട് ശരിയുണ്ട് എങ്കിലും കുറെയൊക്കെ ശരിയുണ്ട് എന്ന് തന്നെയാണ് എന്റെ വാദം. ഉണ്ടെങ്കിൽ പോലും കേരളത്തിൽ രാഷ്ട്രീയമായിട്ട് ഒരു ചേരിതിരിവുണ്ട്. അത് ലോകത്തെല്ലായിടത്തും ജനാധിപത്യ രാജ്യങ്ങളിൽ ഈ ഒരു ചേരിതിരിവ് ഉള്ളതാണ്, സംശയമൊന്നുമില്ല. കേരളത്തിൽ കോൺഗ്രസ് ഒരു വശത്ത്, CPM ഒരു വശത്ത്, ഈ രണ്ട് കക്ഷികളും നേതൃത്വം കൊടുക്കുന്ന രണ്ട് മുന്നണികൾ, ഈ രണ്ട് മുന്നണികൾ തമ്മിലുള്ള ശത്രുതയാണ്, ആ രണ്ട് മുന്നണികൾ തമ്മിലുള്ള സംഘർഷമാണ് കേരള രാഷ്ട്രീയത്തിന്റെ തന്നെ അടിസ്ഥാനം. അപ്പോൾ ഒരു രാഷ്ട്രീയക്കാരൻ പൊളിറ്റിക്കൽ ആയിരിക്കണം, അദ്ദേഹത്തിന്റെ ചിന്ത പൊളിറ്റിക്കൽ ആയിരിക്കണം എന്ന കാര്യത്തിൽ സംശയമില്ല. പൊളിറ്റിക്കലായിരിക്കണം അദ്ദേഹത്തിന്റെ വർത്തമാനം എന്ന കാര്യത്തിൽ സംശയമില്ല. അതാണ് കേരളത്തിന്റെ പതിവ്. പക്ഷെ പലപ്പോഴും ശശി തരൂർ ഇതിനപ്പുറത്തേക്ക് പോകാറുണ്ട്. അതിന്റെ ഒരു ഭാഗമായിട്ടാണ് ഇതുപോലെ ഒരു പ്രസ്താവന നടത്തിയത്. അതിൽ പലതും വസ്തുതാപരമാണ് താനും. സ്റ്റാർട്ടപ്പ് ഗ്ലോബൽ സ്റ്റാർട്ടപ്പ് ഇക്കോസിസ്റ്റത്തിന്റെ റിപ്പോർട്ട്, അത് സംബന്ധിച്ച ഫൈൻഡിങ്സ്, നേരത്തെ ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്സിൽ 28ാം സ്ഥാനത്തുണ്ടായിരുന്ന കേരളം ഇന്ന് 1ാം സ്ഥാനത്തെത്തിയത്, ഇത്യാദി കാര്യങ്ങളിലൊക്കെ തരൂർ പറയുന്നത് ശരിയാണ്, യാതൊരു സംശയമില്ല. അത് പക്ഷേ ശശി തരൂർ എന്ന കോൺഗ്രസ് നേതാവിന്, ഇന്ന് തിരുവനന്തപുരത്തെ ഇന്നും എം പി ആയ കോൺഗ്രസിന്റെ വർക്കിംഗ് കമ്മിറ്റി അംഗമായ ശശി തരൂരിന് അത് പറയാമോ എന്നുള്ളതാണ് ചോദ്യം. ആ ചോദ്യത്തിന് ഒരു രാഷ്ട്രീയ മാനമുണ്ട് എന്ന് ഞാൻ സമ്മതിക്കുന്നു, യാതൊരു സംശയവുമില്ല. പക്ഷേ ഇവിടെ അന്ധമായ കോൺഗ്രസ് വിരോധവും അന്ധമായ കമ്മ്യൂണിസ്റ്റ് വിരോധവുമാണ് കേരള രാഷ്ട്രീയത്തിന്റെ ഒരു അടിസ്ഥാനമായ രേഖ. ആ രേഖയിൽ നിന്നും കൊണ്ടാണ് കേരള രാഷ്ട്രീയം ഇങ്ങനെ 1957 മുതൽ എന്ന് തന്നെ പറയാം ഇങ്ങനെ മുന്നേറുന്നത്. ഇവിടെ മാറി മാറി വന്ന ഗവൺമെന്റുകൾ പലപ്പോഴും പല മുൻ ഗവൺമെന്റ് ചെയ്തതിന്റെ തുടർച്ച ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഒരു വളർച്ച എന്ന് പറയുന്നത് വിദ്യാഭ്യാസ രംഗത്തുണ്ടായ വളർച്ച, ആരോഗ്യരംഗത്തുണ്ടായ വളർച്ച, അല്ലെങ്കിൽ വ്യവസായ രംഗത്തുണ്ടായ വളർച്ച ഏതെങ്കിലും ഒരു ഗവൺമെന്റിന്റെ, ഈ ചരിത്രത്തിലെ ഏതെങ്കിലും ഒരു ഗവൺമെന്റിന്റെ മാത്രം നേട്ടമാണ് എന്ന് ഞാൻ പറയുന്നില്ല. മാറി മാറി വന്ന ഗവൺമെന്റുകൾ, ഇപ്പോൾ മുസ്ലിം ലീഗിലെ PK കുഞ്ഞാലിക്കുട്ടിയോ നമ്മുടെ നവാസോ ഒക്കെ പറയുന്നത് മാതിരി അവർക്കും അവകാശപ്പെട്ടതാണ് ആ നേട്ടങ്ങൾ. അതിന് യാതൊരു സംശയമില്ല, അത് ഞാൻ സമ്മതിക്കുന്നു. അതിലൊരു കാര്യം കൂടി തരൂർ പറയുന്നുണ്ട്. പ്രതിപക്ഷത്തിരിക്കുമ്പോൾ നിങ്ങൾ വികസനത്തെ എതിർക്കുന്നുണ്ട്. ഇപ്പോൾ ഭരണപക്ഷത്ത് ഇരിക്കുമ്പോൾ ആ നിലപാടല്ല, ഇനി നാളെ തിരിച്ചാകരുത് എന്നുകൂടി ഉപദേശിക്കുന്നുണ്ട്. ഞങ്ങൾ അങ്ങനെയല്ല എന്ന് PK കുഞ്ഞാലിക്കുട്ടിയും പറയുന്നു. ഞങ്ങൾ അങ്ങനെ ആയിരുന്നെങ്കിൽ ഇപ്പോൾ സമരങ്ങളിലേക്ക് നീങ്ങേണ്ടതുണ്ടായിരുന്നു, പക്ഷെ അങ്ങനെ ചെയ്യുന്നില്ല. വികസന വിരോധികളല്ല ഞങ്ങൾ എന്നാണ് PK കുഞ്ഞാലിക്കുട്ടി പറയുന്നത്. അതിൽ കൂടി ഒരു മറുപടി. ഞാനൊരു ഉദാഹരണം പറയട്ടെ സ്മൃതി. അടുത്ത കുറെ ദിവസങ്ങൾക്ക് മുമ്പാണല്ലോ തിരുവനന്തപുരത്ത് സ്കൂൾ കലോത്സവം സമാപിച്ചത്. അതിന്റെ സമാപന ദിവസം അധ്യക്ഷനായിരുന്ന V. ശിവൻകുട്ടി സംസ്ഥാന വിദ്യാഭ്യാസ മന്ത്രിയോടൊപ്പം ഉദ്ഘാടന പ്രസംഗം നടത്തിയത് നമ്മുടെ കേരളത്തിലെ കോൺഗ്രസ് നേതാവും പ്രതിപക്ഷ നേതാവുമായ VD സതീശനാണ്. അദ്ദേഹം ആ കലോത്സവം നടത്തിപ്പിനെ വാനോളം പുകഴ്ത്തി. അത് ഗംഭീരമായി, ഒരിടത്തും പാകപ്പിഴകൾ ഉണ്ടാവാതെ, ഒരിടത്തും ഒരു തെറ്റുകുറ്റങ്ങളില്ലാതെ ഗംഭീരമായ നടത്തിപ്പിനെ അദ്ദേഹം പുകഴ്ത്തുകയായിരുന്നു. അതും രാഷ്ട്രീയമായിട്ട് ശരിയല്ലല്ലോ. അതുകൊണ്ട് ഇത്തരം പരാമർശങ്ങൾ കേരളത്തിലെ ആരോഗ്യകരമായ ഒരു രാഷ്ട്രീയ പ്രവർത്തനത്തിന്, അങ്ങനെയുള്ള പ്രവർത്തനത്തിന്റെ മുന്നേറ്റത്തിന് സഹായം ചെയ്യും, പിന്തുണ നൽകും എന്ന് തന്നെയാണ്. അതുകൊണ്ട് ഒരു വിശാലമായ കാഴ്ചപ്പാടിൽ ശശി തരൂരിന്റെ പ്രസ്താവനയിൽ തെറ്റില്ല എന്ന് തന്നെയാണ് എന്റെ പക്ഷം. അത് ഞാൻ ഊന്നി പറയുന്നു.
പക്ഷെ അതിനകത്ത് രാഷ്ട്രീയമുണ്ട്. ആ രാഷ്ട്രീയം അദ്ദേഹം മറന്നുപോയി എന്നത് കൂടി ഞാനത് കേരളത്തിൽ രാഷ്ട്രീയമായിട്ട് നോക്കുമ്പോൾ, കേരളത്തിന്റെ സ്വന്തം രാഷ്ട്രീയമായിട്ട് നോക്കുമ്പോൾ ശശി തരൂരിന്റെ ഭാഗത്ത് തെറ്റുണ്ട് എന്ന് പറയുമ്പോൾ തന്നെ എന്റെ ദൃഷ്ടിയിൽ ശശി തരൂർ പറഞ്ഞത് 100% ശരിയാണ് എന്ന് തന്നെയാണ് വസ്തുത. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.